നമ്മുടെ കൗമാരകല ഉണരാൻ പോവുകയാണല്ലോ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കപ്പിന്റെ സ്വീകരണം തൃശ്ശൂരിൽ നടന്നു കഴിഞ്ഞു. ജനുവരി 7-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച സ്വർണ്ണക്കപ്പിന്റെ യാത്ര 13 ജില്ലകളിലും പര്യടനം നടത്തിയാണ് കലോത്സവ നഗരിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ ജേതാക്കളായ തൃശ്ശൂരും ഇത്തവണയും തങ്ങൾക്ക് തന്നെ കപ്പ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലെവിനെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ചാമ്പ്യന്മാർ ഇത്തവണ സ്വന്തം തട്ടകത്തിലേക്ക് കലോത്സവ വേദി എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരിക്കും, ആത്മവിശ്വാസം അതിനും അപ്പുറമായിരിക്കും. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? എന്താ ഇപ്പം സ്വർണ്ണക്കപ്പൊക്കെ അവിടെ സ്വീകരണമൊക്കെ നടന്നു കഴിഞ്ഞു എന്നറിഞ്ഞു. ഇപ്പം നിലവിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, കലോത്സവത്തിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ അതിന്റെ ഏറ്റവും വലിയ ആവേശത്തിലാണ്. സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ സ്വീകരണമാണ് ഈ കുട്ടികളുടെയും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെയും നേതൃത്വത്തിൽ നടന്നത്. ഇപ്പോൾ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് തൃശ്ശൂർ ചാലക്കുടി ഹൈസ്കൂളിൽ ചാലക്കുടി നഗരസഭ അധ്യക്ഷ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ജില്ലാ കളക്ടറുണ്ട്. ഈ സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങളും വലിയ ആവേശത്തോടു കൂടിയാണ്, നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൊക്കെ കാണാം, വലിയ ആവേശത്തോടു കൂടിയാണ് ഈ നാടും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയും ഒന്നാകെ ഇത്തരത്തിൽ ഈ കലോത്സവത്തെ ഏറ്റുവാങ്ങുന്നത്. ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വലിയ ഒരു കൂട്ടം നാട്ടുകാരുണ്ട്, കുട്ടികളുണ്ട്. ഇച്ചിരി വെയിലായതുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പുറത്തേക്ക് മാറി നിൽക്കുന്നതാണ്. നമുക്കറിയാം, തൃശ്ശൂര് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ജേതാക്കളാണ്. 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 1999-ലാണ് ഏറ്റവും അവസാനം തൃശ്ശൂർ കഴിഞ്ഞ വർഷത്തിന് മുൻപ് ചാമ്പ്യന്മാരായത്, അല്ലെങ്കിൽ കലാകിരീടം ചൂടിയത്. അതിനുശേഷം 25 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തി. ഇത്തവണയും ആ സ്വർണ്ണക്കപ്പ് ഇവിടെ ഉറപ്പിച്ചു നിർത്താനുള്ള വലിയ ആവേശത്തിലും അത്യുത്സാഹത്തിലും ഒക്കെയാണ് ഈ ജില്ലാ ടീം ഒന്നാകെ. വിവിധ മത്സരങ്ങളിലൊക്കെ ഒന്നാമതെത്തിയ കുട്ടികൾ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുൻപേ പരിശീലനം ആരംഭിച്ചു. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഈ സ്വർണ്ണ കിരീടം ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് കാണാം, അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ആവേശത്തോടു കൂടി ഈ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നത്. ജനുവരി 7-ന് കാസർഗോഡിലെ മുഗാർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് സ്വർണ്ണക്കപ്പിന്റെ കിരീടയാത്ര ആരംഭിച്ചത്. അതിനുശേഷം 13 ജില്ലകളും പിന്നിട്ടുകൊണ്ട് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ദിവസങ്ങളിലായി തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ സ്വർണ്ണക്കപ്പ് വലിയ പര്യടനം നടത്തും. വലിയ സ്വീകരണമാണ്. സ്വർണ്ണക്കപ്പൊക്കെ വന്ന് കലോത്സവം ഇങ്ങനെ എത്തി, എന്താ പറയാനുള്ളേ? നമ്മുടെ ജില്ലയ്ക്ക് ഒരു അഭിമാനമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. ഈ തവണ തൃശ്ശൂർ സ്വർണ്ണക്കപ്പ് നിലനിർത്തുമോ? നോക്കാം. ഈ നോക്കാമെന്ന് പറയുന്നത് തന്നെ കുട്ടികളുടെ ഒരു പ്രതീക്ഷയാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് കുട്ടികൾ എല്ലാവരും ഉള്ളത്. ആഘോഷമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അല്ല, നമ്മുടെ പരിപാടി എന്താ? നമ്മൾ സെറ്റാണോ? നമ്മുടെ ന്യൂസ് മലയാളം ഈ കലോത്സവ റിപ്പോർട്ടിങ്ങിന് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ തൃശ്ശൂർ ഒരുങ്ങി കഴിഞ്ഞോ? ലെവിനാണ് എല്ലാ ചുമതലയും. ഒരു തർക്കമില്ല സേതു. എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ്. തൃശ്ശൂരിൽ സ്വർണ്ണക്കപ്പിന്റെ ആവേശം എത്തി നിൽക്കുന്ന സമയത്ത് അതിനെ കഴിഞ്ഞ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് സംഘം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ 2 ദിവസത്തെ കാത്തിരിപ്പാണ്. 14-ാം തീയതിയാണ് ഔദ്യോഗികമായി കലോത്സവത്തിന് തിരി തെളിയുന്നതെങ്കിലും 13-ാം തീയതി തന്നെ നമ്മളിവിടെ ഫുൾ ടീം സെറ്റാണ്. എല്ലാവരും ഹെഡ് ഓഫീസിൽ നടക്കുമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ പലരും എത്തും. അതിനുശേഷം നാളെ മുഴുവൻ ടീമും എത്തും. അതിനുശേഷം കലാപൂരം നമ്മൾ കാട്ടിത്തരും പ്രേക്ഷകർക്ക്. അത്രേ ഉള്ളൂ. ശരി ലെവിൻ, ഓക്കെ.